2018 ഡിസംബർ 22 ദീക്ഷ എടുത്ത ആളാണ് മിസ്റ്റർ ജോർജ്. കോട്ടയം തന്നെയാണ് സ്വദേശം അല്ലേ? ഇന്നേക്ക് കൃത്യം 6 വർഷമാവുന്നു ദീക്ഷ എടുത്തിട്ട് മാസ്റ്ററിൽ നിന്ന്. അദ്ദേഹത്തിന്റെ അനുഭവം കേൾക്കാം. 6 വർഷമാണ് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത്. നമസ്കാരം. എൻ്റെ പേര് ജോർജ്. എൻ്റെ കല്ലാറ എന്ന സ്ഥലമാണ്. ഞാൻ അറിയാവുന്ന അറിയില്ല. ഞാനിപ്പോൾ 6 വർഷം പൂർത്തിയായി. 2018 ഡിസംബർ 22-ാം തീയതിയാണ് ഞാൻ നാഷണലായിട്ട് വരുന്നത്. അന്ന് ഞാൻ ചെല്ലുന്ന എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം ചിരിക്കും, അതുകൊണ്ട് അധികം പറയുന്നില്ല. എന്നെ എന്നോട് കൊണ്ടുവന്ന ആൾ പറഞ്ഞതിന് ശേഷം അവിടെ ചെന്നാൽ മതി, നിന്റെ എല്ലാ പ്രശ്നവും തീർന്നു പറഞ്ഞു. എൻ്റെ വിചാരം ലോട്ടറിയുടെ നോട്ട് പൊട്ടിക്കാൻ പോകുമ്പോൾ ചെയ്യുന്നതാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് ഗുരുനാഥനെ ചിരിച്ചു. അപ്പം എന്നെ കണ്ടതായി മനസ്സിലായി ഈ മുതലിനെ കൂടെ കൂട്ടിയ കുറച്ച് വിഷമിക്കുമായിരിക്കും എന്ന് തോന്നി. കാരണം ആ രീതിയിൽ ഞാൻ കേൾച്ചിരുന്നത്. അതായത് ശരിക്കും ആത്മഹത്യ ചെയ്യണോ അതോ മുമ്പോട്ട് പോകണോ എന്നുള്ള ഇതില്ല. പക്ഷെ ആത്മഹത്യ ധൈര്യവും ഇല്ല. അവിടെ ചെന്ന് ദേഷ്യം കഴിഞ്ഞപ്പം ഒരു 4 കാര്യം എഴുതി കൊടുക്കാൻ പറയുന്നത്. അതുകൊണ്ട് കൊടുത്ത് അത് കണ്ടതേ ഗുരുനാഥനെ ചിരിച്ചു. അപ്പം ഞാൻ ദേഷ്യം ഞാൻ അവിടെ ഇങ്ങനെ വായ അടയ്ക്കുന്നില്ല, പറഞ്ഞിരിക്കുക എന്നെ ഒന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാ മരിക്കണമെന്ന് സുന്ദരമായിട്ട് മരിക്കാനുള്ള വഴി കാണിച്ചതാണെന്ന് ഞാൻ പറയാം. പിന്നെ നീ അവിടെ ഇരിക്കും. അപ്പം എന്നിട്ട് എന്നോട് പിടിച്ചിരുത്തി ദീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശാന്തമായിട്ട് എന്ന് പറഞ്ഞു, ഈ പറഞ്ഞ 4 കാര്യം നടക്കും. പക്ഷേ ഇന്ന് ആദ്യത്തെ 3 കാര്യം നടക്കണമെങ്കിൽ ലാസ്റ്റത്തെ നീ എഴുതിയ കാര്യം നടക്കണം പറഞ്ഞു. അപ്പം ലാസ്റ്റ് ഞാൻ എനിക്ക് ധനവാനാകണം എന്നാണ്. അപ്പം ഞാൻ ആകെപ്പാടെ ഇതായി, എന്ത് ചെയ്യും? ആദ്യം വേണ്ടത് പണമാകും. എന്നിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിനക്ക് പണം വരും. നിനക്ക് 1-2 രൂപ തന്നാൽ ഒന്നും തീരുന്ന പരിപാടിയല്ലോ നിനക്ക് നിരക്കാത്ത ഒരു ഒഴുക്ക് പോലെ പണം വരണം. അതിനുള്ളത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സമാധാനം ചെയ്ത് വിട്ടു. പക്ഷെ ഞാൻ പോയി ഇത് ചെയ്തു. ഗുരുവാൻ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്, കാര്യം ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഈ ബാധ്യതകൾ തലയ്ക്ക് മുകളിൽ തന്നെ എവിടെ ഇപ്പം വിനോദ് സാർ പറഞ്ഞ പോലെ ഈ തലയ്ക്ക് മുകളിൽ ഇതുപോലെ കടമാരം കിടന്നുള്ള എവിടെ കിട്ടാൻ കോൺസെൻട്രേഷൻ. ഞാൻ കുറെ വിഷമിച്ചു. പക്ഷെ ഗുരുനാഥുമായിട്ട് ഞാൻ നല്ല ടച്ചപ്പിലായിരുന്നു. കാരണം ഗുരുനാഥൻ എന്നെ മനസ്സിലായത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസം മനസ്സിലായിരുന്നു. പക്ഷെ എനിക്ക് പ്രത്യേക കെയർ തരികയും ഞാൻ എപ്പോഴൊരു മെസ്സേജ് അയച്ചാലും എനിക്ക് മറുപടി തരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ 1 വർഷത്തോളം പല രീതിയിൽ ഞാൻ ചെയ്തു തോന്നുന്നു. പക്ഷേ അതൊരു വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ എന്നെ വഴിയിലിട്ട് പട്ടം പിടിക്കുകയും തല്ലാൻ ഓടിക്കുകയും പൈസ ഭയങ്കര കുറ്റി വന്ന് കയറുകയും ആകെപ്പാടെ പ്രശ്നമായി. പക്ഷെ ഞാൻ ദീക്ഷയെടുത്ത് പിറ്റേ ദിവസം പോലെ അതിനൊരു മാറ്റം കണ്ടു. എന്നെ തല്ലാൻ വരുന്നവര് എൻ്റെ മുഖത്തോട് നോക്കുമ്പോഴേ അവര് കുറച്ച് മുന്നോട്ട് ചായ കുടിക്കുന്ന ഒരു അവസരത്തോട് വന്നു. കാരണം അത്രമേൽ പ്രശ്നമായിരുന്നു. 2 ലക്ഷം രൂപ എനിക്ക് തരാനുള്ള ഒരു വ്യക്തി എന്നെ എപ്പോഴും ഞാൻ കൊടുക്കാവുന്ന വ്യക്തി എന്നെ എന്നും വിളിക്കും. പക്ഷെ നമ്മൾ കുറേയൊക്കെ തട്ടിപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തലയുടെ പരിപാടി നിൽക്കുക. ലാസ്റ്റായപ്പോൾ പറയാനായിട്ട് മാർഗമില്ലാതെ വന്നപ്പോൾ ഞാൻ ഫോൺ എടുക്കാതായി. അപ്പോൾ എന്നെ തപ്പി പുള്ളി വരണം. എൻ്റെ വീടറിയില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, എന്നെ അറിയാവുന്ന സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ കുറച്ച് പൈസ തരാം, വീടൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞില്ല, പറ്റിയില്ല. അവസാനം പുള്ളി പറഞ്ഞ് 2000 രൂപ പുള്ളിയുടെ പുകയിട്ട് കൊടുത്ത് പുള്ളി ഈ പറഞ്ഞ മനുഷ്യനോട് കൂടി എന്നെ തപ്പി എൻ്റെ നാട്ടിൽ വന്നപ്പോൾ കൃത്യം ഞങ്ങളുടെ കല്ലറ കവല നിൽക്കുന്നു. ഈ പുള്ളി ചാടി വന്ന് എൻ്റെ കുത്തിന് കയറി പിടിച്ചു. ഞാനിങ്ങനെ പുള്ളിയുടെ മുഖത്തോട് ഇങ്ങനെ തുടിച്ചത് നോക്കിയത്. കൂടെ എൻ്റെ വീട്ടിലോട് കൂട്ടിക്കോളെ പുള്ളി പെട്ടെന്ന് പുറകോട്ട് ഇങ്ങനെ മാറിയിട്ട് അവരെ പിടിച്ച് മാറ്റി വിടുന്നു പറയും. അപ്പം ഞാനിങ്ങനെ തുടിച്ചു വന്നു കഴിയുമ്പോൾ ആ പിടിച്ച് ആ പുറകോട്ട് പൊട്ടി. ഞാൻ പറഞ്ഞു, ഞാൻ ആരെയും പറ്റിക്കത്തില്ല, കടവാതിൽ പെട്ടുപോയത് തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞ് പുള്ളി തിരിഞ്ഞ് തന്നെ നടങ്ങി. പുള്ളി മുട്ടിട്ട് തലയും ഒറ്റ വീഴ്ച പോകുന്നു. പുള്ളി വീണവരെ അങ്ങനെ ചങ്കം തല്ലിയും വീണു. എനിക്ക് കാര്യം പിടിക്കി. ഞാൻ പെട്ടെന്ന് പുള്ളിനെ തിരിച്ചിട്ടിട്ട് നമ്മുടെ ബ്രഹ്മനാടി ഹീൽ ചെയ്തു. ആളേറ്റ് കഴിഞ്ഞിട്ട് പുള്ളി ആകെപ്പാടെ പറയണ്ടായി. പുള്ളി പറഞ്ഞ്, എന്നാ പറ്റി എനിക്ക് പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോളില്ല, പിന്നെ എനിക്ക് എന്ത് പറ്റി? ഞാൻ പുള്ളിയുടെ ദേഹയെ ഹീൽ ചെയ്തതിൽ കൂടെ ഞാൻ ആൾക്കാർ കാണുക ഇങ്ങനെ പുള്ളിക്ക് നമ്മൾ CPT കൊടുക്കുമ്പോൾ പ്രസ് ചെയ്ത്. കാരണം ആൾക്കാർക്ക് അറിയില്ല എന്താ സംഭവിച്ചു. പക്ഷെ അത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്നോട് ഗുരുനാഥൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, നിന്നെ ഞാൻ ഇപ്പൊ വിടുന്നു. നീ ഇത്ര വിഷമിച്ചതുപോലെ മറ്റുള്ളവരോട് നിന്ന് കാണാൻ തുടക്കം വരില്ല. നിന്റെ ദേഹത്ത് കൈവച്ചാൽ അവൻ എന്നെ തൊടണം. എന്റെ ആത്മാവിനെ തൊടാതെ നിന്റെ ദേഹത്ത് കൈ വെക്കാൻ പറ്റില്ല എന്നുള്ളത്. അതും അക്ഷരാർത്ഥം അത് സംഭവിച്ചു. എനിക്കത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ എന്റെ ദേഹമല്ല കുളിച്ചുകൊണ്ട് ആ നിമിഷം സംഭവിച്ചത്. അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ ലോണിന് വേണ്ടി എൻ്റെ വീടിൻ്റെ ആധാരം വെച്ച്. അപ്പം
ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കൊറോണ വന്നതുകൊണ്ട് ഒരു 1.5 വർഷത്തോളം ഈ മൊറട്ടോറിയം പറഞ്ഞ് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഇവർ വലിയ വന്നു തുടങ്ങി പ്രശ്നങ്ങൾ ആയി, വീട്ടിൽ കയറി കുറവായി കഴിഞ്ഞപ്പോൾ ഞാൻ ബൈക്കിലെ ഉദ്യോഗസ്ഥരെ ചോദിച്ചു എന്താ ചെയ്യുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, AR ഓഫീസിൽ പോകണം. ഞാൻ AR ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ബഹളം നടക്കുക. ഒരാൾ 8 ലക്ഷം രൂപ ലോൺ എടുത്ത വ്യക്തി ഈ കൊറോണ കഴിഞ്ഞ് അടയ്ക്കാൻ വരാൻ പറഞ്ഞു, ഷിഫ്റ്റ് ചെയ്യാൻ എന്നെ രക്ഷിക്കണം. പുള്ളി പറഞ്ഞ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ തളർച്ചയൊക്കെ അടയ്ക്കാൻ ഒരു ബഹളം വെച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ 32 ലക്ഷം രൂപ അടക്കാൻ സമയം ജോലിയായിരുന്നത്. ഞാൻ പുള്ളി ഇരുന്ന് ചെന്നൈയിൽ നടന്നിട്ട് പുള്ളിയുടെ ഇടയിൽ നോക്കി ഞാൻ ശക്തമായിട്ട് ഇങ്ങനെ കമാൻഡ് കൊടുത്തു. ഞാൻ പറയുന്നത് കേൾക്കുന്നു. എന്തായാലും ഞാൻ അദ്ദേഹത്തോട് പറ്റിയില്ല. 45 ദിവസം പൈസ അടച്ചില്ലതിന്റെ പേര് ജപ്തിയാന്ന് പറഞ്ഞു വിട്ടു. ഞാൻ അങ്ങോട്ട് കളിച്ചു ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പുള്ളിയോട് പറയുന്നത് സ്ഥലത്തുനിന്നാവട്ടെ കല്ലറയിൽ നിന്നാവട്ടെ എന്നെ മനസ്സിലായി പി ജോസഫിന്റെ മോനല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, അളക്കാൻ വരുന്നുണ്ടെന്ന് പറയും. സാറേ ഇങ്ങനെയാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് സഹായിക്കാം എന്നും പറയാതെ പുള്ളിയുടെ മുഖത്ത് തന്നെ വന്നിട്ട് പുള്ളി പറഞ്ഞു നിനക്ക് എത്ര മാസം വേണം ചോദിക്കാം. ഞാൻ പറഞ്ഞു 4 മാസം സമയം. പുള്ളി ഒരു കാര്യം ചെയ്തിട്ട് പേപ്പറിൽ എഴുതിക്കൊണ്ട് എഴുതി കൊടുത്തു. പുള്ളി അതിന് അടി കഴിച്ചു. 6 മാസം എനിക്ക് സമയം കിട്ടുന്നു. അതൊരു ഭയങ്കര അനുഭവം. ഈ 6 മാസം കഴിയുമ്പോൾ എന്റെ സാമ്പത്തികത്തിന് കൊണ്ട് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വീണ്ടും എന്നെ മുമ്പിൽ നിൽക്കുന്നു. അന്നേരം ഞാൻ ഭയങ്കര പറഞ്ഞു ഇനി ഞങ്ങൾക്ക് നിവൃത്തിയില്ലാന്ന് പറഞ്ഞു ഞാൻ കോട്ടയത്ത് കളക്ടറേറ്റിലുള്ള JR ഓഫീസ് ചെന്നു. അവിടെ ചെന്നപ്പോൾ പുള്ളി ഇങ്ങനെ കുന്തവുമായിട്ട് കാര്യം കൂടെ വെട്ടാൻ നിൽക്കുമ്പോൾ നിനക്ക് 6 മാസം തന്നെ ഇനി നടക്കിയെന്ന് പറയും. പുള്ളിയാണെന്ന് ഭയങ്കര പാന്ന് പറയും. ഞാൻ അവിടെ പുള്ളിയുടെ മുമ്പിൽ ഇരുന്നത് ഇങ്ങനെ പറയും സമ്മതിക്കും. എന്തായാലും പുള്ളി അവിടെ നോട്ട് എഴുതി വിട്ടു, ബാങ്കിലോട്ട് വിട്ടു. 3 മാസം കൂടെ നേടി. 3 മാസത്തിൽ പിറ്റേ ദിവസം എനിക്ക് പരീക്ഷാത്തിൽ തരാനുണ്ടായിരുന്നു. ഞാൻ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയതാണ്. എനിക്ക് ഞാൻ ഗൾഫിലായിരുന്നു. ഒരാൾക്ക് കാശ് കൊടുത്ത് തിരിച്ചിട്ടാ വന്നു. എന്തായാലും അന്നേരം കൃത്യം സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തരാനുള്ളവരെ എന്നെ വിളിച്ച് പൈസ തരാനുണ്ടെങ്കിൽ ഞാൻ ബാങ്കിലായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പൊ അതിനിടയിൽ നമ്മുടെ ഗുരുനാഥൻ നമ്മളോട് പറഞ്ഞ പോലെ ഗുരുനാഥൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടുണ്ടാകുന്ന എന്നത്തെ ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മെഡിറ്റേഷനകത്ത് കുറവ് വന്നാൽ ഇതൊന്നും പറഞ്ഞൊരു കാര്യമില്ല. ഗുരുനാഥൻ നമുക്ക് ടാബ്ലറ്റ് നമുക്കൊരു വൈകിട്ട് തന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ മുളപ്പിക്കാൻ നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ പുറമേ നോക്കുമ്പോൾ പക്ഷെ നല്ലൊരു രീതി വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും 3 മണിക്കും 4 മണിക്കും ഇടയിൽ എനിക്ക് അതാമൊന്നും വേണ്ട. എത്ര ലേറ്റായിട്ട് കിടന്നാലും ഞാൻ ഏറ്റിരിക്കും, തന്നെത്താൻ എത്തിക്കും. 1 മണിക്കൂർ മിനിമം 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാനിങ്ങനെ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ കൊറോണ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്നെ മൂർഖമാവ് പഠിച്ചു. 10ന്റെ പൈസ കയ്യിലായിരുന്ന സമയത്ത് മൂർഖമാവ് പഠിച്ചത് ഞാൻ അറിയില്ല. ഞാൻ എൻ്റെ തറവാട് വീട്ടിലോട്ട് പോയിട്ട് ചെന്ന് ചായ കുടിച്ച് തിരിച്ചു വന്നപ്പോൾ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി പുറകോട്ട് പറയാൻ തുടങ്ങി. എനിക്ക് എന്താ ചെയ്യുന്നത് എപ്പോൾ ഏറ്റവും ചെയ്യാൻ പ്രഷർ ഡൗൺ ആയി പോയതെന്നാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. എങ്കിലും ആകെപ്പാടെ അസ്വസ്ഥമാണ്. ഞാൻ പെട്ടെന്ന് മൊബൈൽ എടുക്കും. മൊബൈൽ കാണാനല്ലാതെ ഇതിന്റെ നമ്പർ നോക്കാൻ പറ്റില്ല, കണ്ണിൽ ഇട്ട് കയറി. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഗുരുനാഥനെ ഓർത്തപ്പോൾ എന്റെ മനസ്സിലോട് ഗുരുനാഥൻ നിൽക്കുന്ന നമ്മൾ പറയാറുണ്ട് ചോക്കുമല ഇരുന്നിട്ട് നമ്മൾ ചോക്കും തമ്മിൽ നൽകുക. കാരണം നമ്മുടെ കയ്യിൽ ഒന്നാമത്തെ ഒരു ഹീലിംഗ് വേണ്ടി അറിയിക്കുക. എനിക്കത് പക്ഷേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഞാൻ സ്വന്തമായിട്ട് നമ്മുടെ കൈവച്ച് ഇവിടെ എല്ലാവരും കാണിച്ചു തരും എങ്ങനെയാണത്. ആ ഹീലി ഞാൻ സ്വന്തമായിട്ട് ചെയ്തു. 3-4 പ്രാവശ്യം കണ്ടിന്യൂസ് അനുഭവിച്ചപ്പോൾ എന്റെ കണ്ണ് പറ്റി തെളിഞ്ഞു വന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മൊബൈൽ മുപ്പത്തേക്ക് ഗുരുനാഥൻ നമ്പർ കിട്ടി. ഞാൻ ഗുരുനാഥൻ അന്നേരം വിളിച്ചു. പക്ഷെ ഗുരുനാഥൻ അന്നേരം ജോലി ചെയ്തോടെ ഡ്യൂട്ടി വരെ എടുത്തില്ല. ഗുരുനാഥൻ അന്നേരം തന്നെ മെസ്സേജ് വിട്ടു, വോയിസ് മെസ്സേജ് വിട്ടു. അന്നേരം എനിക്ക് മറുപടി വന്നു, നീ ധൈര്യമായിട്ടിരിക്കും, നിന്റെ ജീവനെ ഒരുത്തരം തോറത്തില്ല, നിന്റെ ജീവനൊരു പ്രശ്നമില്ല, ഞാൻ ഡിസ്റ്റൻസ് ക്ലീൻ ചെയ്തോളാം, നീ വീണ്ടും ഹീലിംഗ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അന്ന് രാത്രിയിൽ ഞാൻ തറവാട്ടിലോട്ട് ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അപ്പോൾ നീ എന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ആകെ പാടെ നാക്കെല്ലാം പോയുണ്ട്. പക്ഷെ എനിക്കിതൊന്നും അന്നേരം എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വൈകിട്ട് കുറേ നമ്മൾ വിളിക്കുന്നത് ഞാൻ രാവിലെ ലേറ്റായിട്ട് എത്തുള്ളൂ. പക്ഷേ രാവിലെ 10 മണിയായപ്പോഴത്തേക്ക് അമ്മ ഓടിപ്പിടി വരുത്ത് വന്നു എന്നെ വിളിച്ചു. ഞാൻ അമ്മ എന്തിനാണ് ഞാൻ വിളിക്കുന്നത്? എടാ നീ വാങ്ങ, ഞാൻ നടന്നു പോയ വഴി ഒരു മൂർക്കം പാമ്പ് ചത്തത് എന്റെ കൈയുടെ ഉള്ള പാമ്പ്. അപ്പൊ അന്നേരമാണ് ഞാൻ ഓർത്തത് എന്തോ സംഭവിച്ചിട്ടോ എന്റെ കാലം നോക്കിയപ്പോൾ ഞാനിവിടെ പലർക്കും അത് എന്റെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം. ഞാൻ ഫോട്ടോ ഇട്ടിരുന്നു. സനൽ സാറിനാണ് അന്ന് ഞാൻ ഈ ഫോട്ടോ എടുത്തത്. സനൽ സാർ ഇത് കണ്ടത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഇതാണ് ഒരു പാമ്പ് വെച്ച് ഞാൻ ആശുപത്രി പോകും. ഞാൻ പറഞ്ഞു അത് ഇന്നലെ സംഭവിച്ചതോ. സനൽസാറിനോട് പറഞ്ഞു, സനൽസാർ ഈ DFO ആയിട്ട് ജോലി ചെയ്യുന്നത് സനൽസാറിനോട് പറഞ്ഞു ഇത് ശരിക്കും മുറുക പാമ്പ് വെച്ചതാ, എത്രയും പെട്ടെന്ന് മുകളിൽ കെട്ടിയിട്ട് ഓടിക്കും ആശുപത്രിയോട് പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല സാറേ ഇന്നലെ സംഭവിച്ചത്. എന്താണെന്ന് പറയുന്നത് എന്നാണെന്ന് ചെയ്തത്? ഞാൻ പറഞ്ഞു നമ്മുടെ ബ്രഹ്മനാട് ഹീലിംഗ് ഞാൻ ചേർന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ ഈ ഫോട്ടോ സംസ്ഥാനം എടുത്ത് മാഷി ഫോട്ടോ അവിടെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിന്നെ തൊടില്ല, ഒരു പാമ്പെന്നല്ല, ഒരിക്കലും നിന്നെ തൊടാൻ പറ്റില്ല, തൊടണമെങ്കിൽ ആദ്യം എല്ലാം തീർക്കണം എന്ന് വ്യക്തമാണ് പറഞ്ഞു. എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു ഡയറക്റ്റ് ആശുപത്രിയിൽ പോകണം, ഒന്ന് കൊണ്ട് കാണിക്കാം നിർബന്ധമായിട്ട്. ഞാനിവിടെ കൊണ്ടിട്ട് കരുത്താത്ത ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ കൊറോണ എല്ലാം കഴിഞ്ഞിട്ട് ബഹളമായതുകൊണ്ട് നമുക്ക് നേരിട്ട് കയറി ചെല്ലാവില്ല. അവിടെ ചെന്നപ്പോൾ ഞാൻ കാല് കാണിച്ചു. അയ്യോ അത് നേഴ്സ് പറഞ്ഞു പാമ്പ് കടിച്ചതാ, നിങ്ങൾ തീരുമാനിച്ചാൽ മുകളിൽ കെട്ടാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നലെ കഴിച്ചത്, ഇന്നലെ കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര എന്നെ പിന്നെ നടക്കാൻ സമ്മതിക്കില്ല. ഞാൻ പുറത്തൊക്കെ എന്നെ നടക്കാൻ സമ്മതിക്കില്ല, ട്രോളിയിൽ ഇതിലൂടെ പോകും. ഞാൻ പറഞ്ഞിട്ട് എന്റെ മാഡം ഇന്നലെ കഴിച്ചത് എങ്ങനെ ഇന്നിപ്പോ വിഷമാണ്. അവർ സമ്മതിക്കില്ല. അവർക്ക് കിടത്തിക്കോട്ട് പോകണമെന്ന് ഞാൻ പിന്നെ ഇതിന് കൊടുത്തു. അവർ ഉണ്ടിക്കോട്ട് ഓടിക്കുന്ന എമർജൻസി ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ വന്നു. ഡോക്ടറോട് ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഡോക്ടർ ഇല്ല, നീ വല്ല വൈദ്യം ചെയ്തിട്ടുണ്ട്, ഒന്നെങ്കിലും നാട്ടുമരുന്ന് എന്തെങ്കിലും. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്തില്ല. അവസാനം അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവർ വേറെ ഏതോ ഡോക്ടറെ വിളിച്ചു. അതായത് ഈ പാമ്പിന്റെ മാത്രം വിഷം ചെയ്ത ഈ അജീവനം ചെയ്ത ഒരു ഡോക്ടറെ വിളിച്ചു. പുള്ളി വന്നതേ പറഞ്ഞു വിമൂർത്തമാകുന്നു, കാരണം ഒരു പല്ല് ഭയങ്കര ആഴത്തിൽ കിട്ടിയായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നീ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല. അല്ല, എന്തെങ്കിലും ചെയ്യാതെ നീ ഈ കഴി വെച്ചാണ് നീ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്ര നേരമായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ പ്രാണിക് ഹീലിംഗ്, ഞാനൊരു ഹീലിംഗ് പഠിച്ചിട്ടുണ്ടെന്ന് പറയും. അതെന്താണ് നമ്മളിങ്ങനെ ബ്രഹ്മനാടി ഹീലിംഗ്, അതൊരു ടെക്നിക്കാണ്, സെൽഫായിട്ട് ഉപയോഗിച്ചത്. അങ്ങനെ ഒരു ഞാൻ കേട്ടില്ല, ഈ പ്രാണിക് ഹീലിംഗ് കേട്ടിട്ടുണ്ടോ? അതറിയാം. അതിന്റെ ഹൈൻ്റെ വേഷണം അതിനപ്പുറത്തോട്ടൊരു ശാസ്ത്രജ്ഞൻ. പുള്ളി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവില്ല നീ എന്താ പറയുന്നത്, എന്തോ സെമറക്കൽ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്നെ ചോദിച്ചു എന്തായാലും നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ചെയ്തപ്പോഴത്തേക്ക് ആ ബ്ലഡിനകത്ത് എൻ്റെ വിഷത്തിൻ്റെ ചെറിയൊരു കൾച്ചർ ചെയ്തപ്പോൾ അതിനകത്ത് ചെറിയൊരു പിന്നൽ കാണിക്കുന്നു. അപ്പൊ അതായത് ഞാൻ ആ മെഡിറ്റേഷൻ ചെയ്തതിന്റെ എന്നോട് ഒരുപാട് പറയുന്നത് ഈ മെഡിറ്റേഷൻ ശക്തമായിട്ട് ചെയ്യുന്ന ഫലമായിട്ട് നമ്മൾ എന്നിൽ വന്ന വിഷം അത് തിരിച്ചടിച്ചു, ആ പാമ്പ് ചത്തുപോയി. കാരണം ഞാൻ ഈ നമുക്ക് കൊറോണ സമയത്ത് നമ്മുടെ പ്രത്യേകത ഇഷ്ടംപോലെ സമയം എന്നും പോകാൻ വേറെ പണിയില്ല, കൂടിയില്ല, വരികാതിരിക്കുക. അപ്പോൾ എപ്പോഴും ഒരു ദിവസം 4 മണിക്കൂർ 5 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഞാൻ തീർന്നു. പക്ഷെ അതിനകത്തൊരു പ്രത്യേകത വെച്ചാൽ ഗുരുനാഥൻ എന്നെ ഗുരുനാഥന്റെ സോളിനോട് ചേർത്ത് വെച്ച് വിട്ടിരുന്നതുകൊണ്ട് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതനുസരിച്ച് എന്റെ വേറൊരു കൂട്ടുകാരൻ വന്ന് എന്നെ വില പിടിച്ചുകൊണ്ടൊരു ജ്യോത്സ്യന്റെ അടുത്ത് കൊണ്ടുപോയി. അതിലും വലിയ രസമാണ്. എന്നെ നാടീ ജ്യോത്സ്യം പറയും. അവരോട് പറയാം നീ ഇങ്ങനെ പോയി ശരിയാകില്ല, നിന്നെ ശരിയാക്കുന്ന പറഞ്ഞ പുള്ളി. ഞാൻ പറഞ്ഞ എനിക്ക് പൈസ ഇല്ല. പുള്ളി പൈസയൊക്കെ ആയിട്ട് എന്നെ കൊണ്ട് അവിടെ ചെന്ന് ജ്യോത്സ്യനായിട്ട് അവിടെ കൊണ്ടുവരുത്തി. ജ്യോത്സ്യം പറഞ്ഞ ഒരുപാട് തൊട്ടടുത്ത് നോക്കാൻ പറയും. എറണാകുളത്ത്. അപ്പൊ ഒരുപാട് തൊട്ടടുത്ത് വെച്ചു. അപ്പൊ പുള്ളി നാളൊക്കെ ചോദിച്ചു എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞിങ്ങനെ നാള് പറഞ്ഞു ഇത് കറക്റ്റാണെന്നൊന്നും എനിക്കറിയത്തില്ല. പുള്ളി ഇത് പറഞ്ഞു. പുള്ളി എന്ത് കണ്ണടച്ച് വെച്ചിട്ട് പുള്ളി ഒരു വലിയൊരു ഭയങ്കര 12,000 പേജിൽ ഒരു ബുക്ക് തുറന്നിട്ട് പുള്ളിയെ തുറന്ന് നോക്കിയിട്ട് നീ പൂർവ്വ ജന്മത്തിൽ നമ്മുടെ കുടുംബത്തിലായിരുന്നു, നിനക്ക് ഒരു ഭാര്യയും 3 മക്കളും ഉണ്ടായിരുന്നു. വസൂരി വന്നതിന്റെ ഭാര്യയും മക്കളും മരിച്ചുകൊണ്ട് നീ ആത്മഹത്യ ചെയ്തതാ, അതുകൊണ്ട് നിന്റെ ഈ ജന്മത്തിലെ പ്രശ്നങ്ങളൊന്നും. ഞാൻ പറഞ്ഞത് തിരുമേനി പറയണോ? ഓക്കെ, കഴിഞ്ഞ ജന്മത്തിൽ എന്താ എനിക്കറിയില്ല, തിരുമാനി പറഞ്ഞു ഞാൻ വിശ്വസിച്ചു. ഈ ജന്മത്തിൽ എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പുള്ളി കണ്ണടച്ച് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറയണം. കണ്ണടച്ച് വീണ്ടും ഒരു പുസ്തകം തുറന്നു. എന്റെ മുഖത്തോട് നോക്കും, വീണ്ടും പുസ്തകം തുറക്കും. എന്റെ മുഖത്തോട് ഞാൻ ചോദിച്ചു തിരുമേനി കാര്യം പറയാം. പുള്ളി പറയാം എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ ചോദിച്ചു അതിനകത്ത് എടോ ഇതെന്റെ ജീവിതമാണ്, ഇതെന്റെ ഭക്ഷണമാണ്, എന്റെ ചോറാണ്, ഇതിനകത്ത് കള്ളം പറയാൻ പറ്റില്ല. തന്നെ ഈ ജന്മത്തിൽ ഒന്നും പറയാൻ പറ്റില്ല, മുഴുവൻ ഡിലീറ്റ് ആയി പോയത്. കാരണം നമ്മൾ ആലോചിക്കും ഭീഷണിയെടുത്ത ആ ദിവസം നമ്മുടെ സോഫ്റ്റ്വെയർ അഴിച്ചു മാറ്റി റീഫിറ്റ് ചെയ്തു. കാരണം ഞാൻ എന്റെ ഈ ജന്മത്തിലെ ഒരു കാര്യവും ആ തിരുമേനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു പൂർവ്വജന്മോ എന്റെ ഭാവിയോ? പുള്ളി അന്നേരം കണ്ണടച്ചിട്ടുണ്ട് ഇത് ഒന്നും ഒരു പ്രകാശം മാത്രമൊക്കെ നിനക്ക് എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് വീണ്ടും ചോദിക്കുക. എന്നിട്ട് പുള്ളിക്ക് എന്നെ അവിടെ എണീപ്പിച്ച് വിട്ടാൽ മതിയെന്നായി. നീ ഫീസും തന്നെ ഒന്നും വേണ്ട, എനിക്ക് പോകാമെന്ന്. കാരണം പുള്ളിക്കൊന്നും പറയാനില്ല. പുള്ളി പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു വൈറ്റ് ഷെയ്ഡ് മാത്രം. അതായത് ഒരു ബുക്ക് പുള്ളിക്ക് അക്ഷരം വായിക്കാൻ പറ്റുന്നില്ല. എന്നെ ഭാവിയും നോക്കിയിട്ട് അതിലും പുള്ളി വായിക്കാൻ പറ്റുന്നത്. അതായത് കംപ്ലീറ്റ് നമ്മുടെ ജീവിതത്തിന്റെ സോഫ്റ്റ്വെയർ അഴിച്ച് പണിയുമാണ് നമ്മുടെ ഈ ടെക്നിക്ക്. അതായത് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത്. സോ നമ്മൾ വിശ്വസിക്കുക നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഒരു അനുഗ്രഹം, അതായത് ഇന്ത്യയിൽ എത്ര 122 കോടി ജനങ്ങളിൽ നമ്മളെ പോലുള്ള കുറെ ആൾക്കാർക്ക് ഈ ഒരു നന്മ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൂർവ്വജന്മത്തിൽ ചില എന്തെങ്കിലും നന്മയായിരിക്കാം, അല്ലെങ്കിൽ അത് എനിക്കറിയില്ല എങ്ങനെയാണെന്നും പറയണം. പക്ഷെ എന്റെ ജീവിതത്തിലുള്ള കാര്യം ഞാൻ ഗുരുനാഥനോട് കൂടെ 6 വർഷം കഴിയും. 6 വർഷത്തിനിടയിൽ
ഗുരുനാനോട് പറഞ്ഞു, നിനക്ക് അളവില്ലാത്ത സ്വത്ത് വന്നാലേ നിനക്ക് നിവൃത്തിയുള്ളൂ, വേറെ വഴിയില്ല. ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു നിനക്ക് 10-25 ലക്ഷം രൂപ തന്നാലും നീ രക്ഷപ്പെടാൻ പറ്റില്ല, നിനക്ക് നിലയ്ക്കാത്ത പ്രഭാവമാണ്. അപ്പൊ ഞാൻ ആലോചിച്ചത് എവിടുന്ന് അന്ന് ഞാൻ എവിടുന്ന് വരാനാ? ഗുരുനാഥ് കുറച്ച് പറയല്ലേ പണം വരണം എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി കഴിയുമ്പോൾ പറയാം എവിടുന്ന് വരാനാ, നമ്മൾ തന്നെ ചിന്തിക്കുക. അപ്പൊ ഗുരുനാഥ് പറഞ്ഞു വരും. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് ഒരു ക്രിസ്മസ് ബമ്പർ ഓർഡർ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഏതൊരു വർഷം എടുത്തിട്ട് ഞാൻ എല്ലാ ദിവസവും ഈ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് അതേ നോക്കി കഴിച്ചിരിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് അവസാനം ആ വിറകെട്ടിന് തലവസം നമ്മുടെ ഉള്ളിൽ അറിയാറില്ല, ഇത് അടിക്കുമോ? അപ്പൊ അത്രയും ദിവസം ഞാൻ ഇത് തന്നെ ചെയ്ത് നമുക്ക് വരുന്ന അവസ്ഥയാണ്. പക്ഷെ ഗുരുനാഥനോട് നിനക്ക് ആ കൃത്യ സമയം വരണുള്ളൂ. ഞാൻ അറിയാതെ തന്നെ എന്റെ രക്ഷപ്പെടാൻ, അതായത് സാഗരമായിട്ടുള്ള പണം എനിക്ക് വരാൻ വേണ്ടിയുള്ള മാർഗത്തിൽ ഞാൻ അറിയാതെ എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇടയ്ക്ക് വീണ്ടും ഗൾഫിൽ നിന്ന് പോകണം. അപ്പൊ ഗുരുനാഥനായിട്ട് എനിക്ക് കാണുന്നത് കണ്ടിരിക്കും. വഴിയിൽ വെച്ച് ഞാൻ ഗുരുനാഥനെ കണ്ടു. പെരുമ്പാവൂർ വഴിയിൽ വെച്ച് അത് നിയോഗം പോലെ ഗുരുനാഥൻ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ ഗുരുനാഥനെ കണ്ടതിലും ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പോവാം എന്ന് പറഞ്ഞ എന്റെ വണ്ടിയോട് വരാൻ പറഞ്ഞു. വണ്ടിയെ കയറിയിരുന്നു. എന്നെ ബസ് ചെയ്തിട്ട് ഗുരുനാഥൻ പറഞ്ഞു നീ പൊക്കോ. പക്ഷെ ഗുരുനാഥൻ അറിയാം പോയതിനേക്കാൾ വളരെ സ്പീഡിൽ തിരിച്ചു വരുമെന്ന് ഗുരുനാഥൻ അറിയാം. എന്നാൽ നീ പൊക്കോ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പോയി. പക്ഷെ ആ പോയ സമയത്തും ഞാൻ ഈ പറഞ്ഞ സന്ദർഭത്തിൽ കൊണ്ടിട്ടു. അത് ഇങ്ങനെ പോരുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് എനിക്ക് കൺഫർമേഷൻ കിട്ടിയത്. ഞാൻ എന്നെ ഗുരുനാഥൻ എവിടെ കൊണ്ട് എത്തിക്കണമെന്ന് ഉദ്ദേശിച്ചോ ആ സ്ഥലത്ത് ചെന്ന് ഞാൻ പെട്ടു. അവിടുന്ന് എനിക്ക് ഒഫീഷ്യൽ ഇന്നലെ ഇൻഫർമേഷൻ കിട്ടുന്ന വൈകുന്നേരം 6 മണിക്ക് അടുത്ത മാസം തൊട്ട് എന്റെ എല്ലാ കടപാടുകളിൽ നിന്ന് എന്റെ പഞ്ചായത്തിൽ എന്നെ പോലെ ഒരു കോടീശ്വരൻ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ആ നിലയിൽ ഞാൻ കഴിഞ്ഞ 6 വർഷം, പക്ഷെ 6 വർഷം കൊണ്ട് ഞാൻ ജനിച്ച് എന്റെ വിശ്വാസം ഞാൻ ഗുരുനാഥൻ അതുപോലെ വിശ്വസിച്ചു. പിന്നെ നമുക്ക് കുറച്ച് സാധനം നിർബന്ധമാണ്. കാരണം നമ്മൾ മെഡിറ്റേഷൻ എല്ലാം ചെയ്ത് നമ്മൾ ഭൂമിയിൽ പുറത്തോട്ടിറങ്ങുമ്പോൾ നമുക്ക് ഈ ലോകത്ത് 95% നെഗറ്റീവാണ് നമുക്ക് യൂട്യൂബിൽ പറയുന്നത്. നമ്മൾ അതിനുമാത്രം എൻഗേജ്ഡ് ആയിട്ടില്ല. സോ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇന്ന് ഞാൻ എല്ലാം ചെയ്യുമ്പോൾ ഇറങ്ങും. 10 മിനിറ്റ് ഒരു നെഗറ്റീവ് കാണുമ്പോൾ നമ്മൾ അവിടെ പോകും. അതാണ് നമ്മുടെ പ്രശ്നം. അത് ഗുരുനാഥൻ കൃത്യമായിട്ട് അറിഞ്ഞായിരുന്നു. ഗുരുനാഥനോട് ഞാൻ എന്റെ രണ്ടാമത്തെ അതായത് സിദ്ധീക്ഷ എടുക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ ഗുരുനാഥനോട് ഞാൻ ചോദിച്ചു ആയോ വല്ല സമയം. എന്നാലും ഗുരുനാഥൻ ചിരിച്ച് ആകുള്ളൂ. അപ്പൊ ഞാൻ എത്ര ഇനി കുറച്ചും കൂടെ ആവുന്നു വിശ്വസിക്കുക. അത്ര പറയും ഞാൻ കൂടെ ഉണ്ട്, നിനക്കൊരു ദോഷവും വരില്ല, ആരും നിന്റെ അടുത്ത് വരില്ല, നിങ്ങൾത്തോട് അത് എന്റെ അനുഭവം എന്ന് വെച്ചാൽ ചെല്ലുന്ന വഴിക്ക് ഏത് വഴിക്ക് ചെന്നാലും എന്റെ കൂടെ ഗുരുനാഥനുണ്ട്. എന്റെ നേരെ കൈ വെക്കുന്നവൻ ഇവിടെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഞാൻ പറയാനുള്ളത് എന്നെ ഒരാൾ ചതിവിലോട്ട് കൊണ്ടുപോയി. എനിക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു. സ്ഥിരമായിട്ട് എന്റെ വണ്ടി അവരൊരു കാര്യം പറഞ്ഞുകൊണ്ട് പണയം വെച്ചു എഴുത്തില്ല. അപ്പൊ ഇവൻ ഇങ്ങനെ, പക്ഷെ നമ്മളിങ്ങനെ ഈ പാവങ്ങളുടെ വിഷമം കാണും പെട്ടെന്ന് സൈലന്റ് ആവുന്ന അവൻ എന്നെ വീണ്ടും ചതിക്കുന്ന ഒരു അവസ്ഥയോട് വന്ന സമയത്ത് അവൻ സ്ട്രോക്ക് വന്ന് വീണുപോയി. അവനിപ്പോ മിണ്ടാൻ വരാതെ കിടക്കുന്നു. ഞാൻ അവനെ ഇടയ്ക്ക് പോയി ശക്തമായിട്ട് അവൻ ഹീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഗുരുനാഥനോട് പറഞ്ഞു അത് നമുക്ക് കർമ്മം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് തിരിച്ചടിച്ചാൽ നമ്മളെ കുറിച്ച് ചെയ്യാൻ. അതുകൊണ്ട് അത് നീ യൂണിവേഴ്സിൽ ഇട്ടേക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഗുരുനാഥുമായിട്ട് ചേർന്ന് നിന്ന് കൃത്യമായി മെഡിറ്റേഷൻ ചെയ്താൽ നമ്മളെ ഒരു മനുഷ്യനെ നമ്മളെ തകർക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. കഷ്ടതകളൊക്കെ ഉണ്ടാവും. അല്ല നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് എല്ലാം കാരണം നമ്മൾ അതുപോലെ മെഡിറ്റേഷൻ ഇന്നലെ അറിഞ്ഞോളം വരെ നമ്മൾ സഹിക്കണം. സഹിക്കണം നമ്മൾ സഹകരിച്ച് നമ്മൾ സഹകരണം ഏറ്റവും ഇതെന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്റേഷനാണ്. മെഡിറ്റേഷനകത്ത് നോ കോംപ്രമൈസ്. ഒരു ദിവസം പോലും മെഡിറ്റേഷൻ ചെയ്യാതിരിക്കില്ല. അത് ചില ദിവസങ്ങൾ ചിലപ്പോൾ നമ്മൾ എത്ര ചെയ്തെന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ നമുക്ക് മനസ്സ് ഡിവൈഡായി പോകും. പക്ഷെ അതൊന്നും സാരമില്ല, ഇരിക്കുക, ആ സമയങ്ങളിൽ ഇരിക്കുക. അങ്ങനെ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അതുപോലെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഹിമാലയൻ ശിക്തയുടെ എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പിന്റെ പേരിൽ വേറെ പലതും പല സംഭവങ്ങളും എന്നെ പലരും വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അതൊക്കെ പിന്നീട് അന്വേഷിച്ചു വന്നപ്പോൾ അതെല്ലാം ഗുരുനാഥൻ ഭീഷണി മേടിച്ചിട്ട് ചാടിപ്പോയവരാണ്. അവര് ചെന്ന് കുറച്ച് കഴിയുമ്പോൾ അവര് വലിയ ഇതാണെന്ന് തോന്നുന്നു. അവർക്ക് അടുത്ത ഗ്രൂപ്പ് തുടങ്ങുക. പക്ഷെ അതൊന്നും ഒരിക്കലും നമുക്ക് പ്രായോഗികമായിട്ടുള്ള കാര്യം. ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞ ദിവസം റീൽ കണ്ടപോലെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാകും എന്നതുപോലെ നമുക്ക് ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ ആദ്യത്തെ മെഡിറ്റേഷൻ ചിലപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറും ഇന്ന് രാത്രി. പക്ഷെ ചിലർക്ക് അത് 3 മാസമാവും, ചിലപ്പോൾ 6 മാസമാവും, ചിലപ്പോൾ 1 വർഷമാവും. എനിക്ക് 6 വർഷം. പക്ഷെ ഈ 6 വർഷം ഗുരുനാഥന്റെ കയ്യിലാണ് ഞാൻ ഇരുന്നത്.
അത് എനിക്കതുകൊണ്ട് ഒരു വീഴ്ച ഉണ്ടായില്ല. നമുക്ക് പല പ്രലോഭനങ്ങളും ഉണ്ടാവും, പലരും നമ്മളോട് അവിടെ കിട്ടും ഇവിടെ കിട്ടും. എന്നിടയ്ക്ക് വേറെ എനിക്കൊരു ചെറിയൊരു തകിട് പോലെ സാധനം വേണം, ഇത് നിന്റെ പേഴ്സിൽ വെച്ചാൽ നിനക്ക് ലക്ഷങ്ങൾ ഉണ്ടെന്ന് പറയും. അപ്പൊ ഞാനത് വിളിച്ചു വെച്ചു. പിന്നെ ഞാൻ തൃശ്ശൂർ വെച്ച് കിടക്കുന്നത് നിന്റെ പോക്കറ്റിരിക്കുന്ന സാധനം എടുത്ത് കളഞ്ഞേരി, അതുകൊണ്ടൊന്നും നിനക്കൊന്നും ഉണ്ടാകാൻ പറ്റും. നിനക്കുള്ള ഞാൻ ചെയ്തു വെച്ചിട്ട് അത് വഴിയെ വരുന്നു. അത് എന്താ പറയുന്നത്, നമുക്ക് ആ കല്ല് ഈ കല്ല് ആ തകിട് ഈ തകിട് ഒന്നുമില്ല. നമ്മൾ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ തകിടാണ് നമ്മുടെ നിലയിൽ വെച്ചേക്കുന്നത്. ആ ഒരു മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്താൽ, അതോടൊപ്പം വേറൊരു കാര്യം എനിക്ക് പറയാൻ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷൻ കൊടുക്കുക, കൃത്യമായിട്ട് കൊടുക്കുക. നമ്മള് ഒരു വണ്ടി പോണ വഴിക്ക് വണ്ടി ഇടിച്ച് സർവ്വം പോയാലും ഞാൻ ഉറപ്പ് വരുന്നു നമ്മുടെ ദേഹത്ത് ഒന്നും പറ്റില്ല. കാരണം നമ്മൾ ഒരാളെ രക്ഷപ്പെട്ടിരിക്കും. അത്ര അത് അതിനകത്തൊരു പ്രത്യേകത വെച്ചാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ ട്രിവാൻഡ്രത്തിന് പോയ വഴിക്ക് ഞാൻ കയറി ഇരുന്ന് കമാൻഡ് കൊടുത്തു. പോയ വഴി വണ്ടി അതിന്റെ ടയർ പൊട്ടി പോയി. ഞാൻ വണ്ടി 3 റൗണ്ട് കറങ്ങി. ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ ഞാൻ ആ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ സാധനം കൺട്രോൾ വിട്ട് അത്ര തൊട്ട് താഴെ കുഴിയോട് മറിയുന്നതാണ് അവിടെ കുറിച്ച് വരുന്നത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ ഇത് ഞാൻ എത്ര പറഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇതിന് ആദ്യമായിട്ട് ഭീഷണി എല്ലാവരും പറയും നിങ്ങൾ ഇത്ര മാത്രം. നമുക്ക് കിട്ടും കിട്ടാതിരിക്കും, അതൊക്കെ വന്നോളൂ. നമുക്ക് ചെയ്തു കിട്ടുന്നത് കൃത്യമായിട്ട് ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ മെഡിറ്റേഷൻ ഇന്ന് മുതൽ തുടങ്ങുക. അത് മുടൽ വരുന്നത് പറയാം. ആദ്യത്തെ 10 ദിവസമായിട്ട് നമുക്ക് അലാം വെക്കണം. ഇപ്പം ചിലർക്കൊക്കെ ഇപ്പം വിനോദ സാറ് പോലെ എല്ലാ ദിവസവും രാവിലെ 8 മണി വരെ ഉറങ്ങുന്നവരോട് 3:45 ഡേറ്റ് പ്രിപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു അവിടെ ഉറങ്ങി പോകുന്നത്. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അലാമൊന്നും വേണ്ട. എനിക്കിത് ഇത്രയും വർഷമായി. ആദ്യത്തെ ഒരു വർഷം ഇച്ചിരി ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം എന്തൊക്കെ ഉണ്ടായിട്ടും 3 മണിക്കും 4 മണിക്കും ഇവിടെ ഞാൻ എണീറ്റിരിക്കും. അതിവിടെ പലർക്കും മനസ്സിലാവുക, ചിലർക്കൊക്കെ അറിയാമായിരിക്കും. കാരണം ഞാൻ മെഡിറ്റേഷൻ കഴിയുമ്പോഴേ ഞാൻ ഗുരുനാഥന് വന്ദനം പറഞ്ഞ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഇത് ഇടാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതാണ്, നിങ്ങളോട് എല്ലാവരും തീർച്ചയായും ഇത് നമുക്ക് കിട്ടിയ മുത്താണ് നമ്മുടെ ഗുരുനാഥൻ. ഈ മുത്തിനെ കൈവിടാതെ സൂക്ഷിക്കുക, ചേർന്ന് നിൽക്കുക. നമ്മുടെ ഗുരുനാഥൻ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്, അത് കളയാതിരിക്കുക. എനിക്കിത് ഞാൻ ചോദിക്കുക, എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാറുണ്ട്. ഞാൻ പറയാൻ നിന്നാൽ എനിക്ക് നിങ്ങൾക്ക് വേറൊന്നും പറയാൻ നേടത്തില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വീണ്ടും പറയുന്നു, നിർത്താതെ മുടക്കാതെ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ താഴെ അർജന്റാണ് ചെയ്യുക, എല്ലാം നടക്കും. ഗുരുനാഥൻ എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.